നമുക്കിന്ന് രുചികരമായ ഒരു കൂൺ വരട്ടിയത് തയ്യാറാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 200 ഗ്രാം കൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കൂൺ തീരെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വേവുമ്പോൾ ചെറുതായിക്കോളും. ഇനിയും നമുക്കൊരു പാൻ വയ്ക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ മീഡിയം സൈസ് 2 സവാള കട്ട് ചെയ്തതും 1 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇതിലേക്കിടാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇടാം. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. സവാള വഴണ്ട് തുടങ്ങുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്കിടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി അല്ലിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വലിയ ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്കിടാം. തക്കാളി വഴണ്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിളക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് കൂണിടാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. വേവുമ്പോൾ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് കൂൺ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. രുചികരമായ കൂൺ വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. ചോറ്, ചപ്പാത്തി തുടങ്ങി ഏതുതരം ഭക്ഷണത്തോടൊപ്പവും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണിത്. വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.